ഒരു 10 കൊല്ലം മ്യൂസിക്കുള്ള കാസറ്റൊക്കെ ഇറക്കി ആരാ ഒന്നാമത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മ്യൂസിക്കോട് കൂടിയിരിക്കുന്ന കാസറ്റ് ഇറക്കുന്നത് ഉദ്ഘാടനം ചെയ്താരാ? സാക്ഷാൽ EKM പന്നൂര്, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഏറ്റവും അടുത്ത ബന്ധു. EKM പന്നൂർ നിർവാഹമില്ല, ഉപ്പൊന്നും മിണ്ടാൻ. കാരണം എന്താ? മകള് APയുടെ അടുക്കളയിലാണുള്ളത്. അതുകൊണ്ട് മിണ്ടാൻ നിർവാഹമില്ല, അല്ലെങ്കിൽ പ്രതികരിക്കുന്ന വിചാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പിന്നെ പല ആൾക്കാരും പിന്നെ മ്യൂസിക്കുള്ള തൗഹീദ് ഗാനങ്ങളൊക്കെ അതുമായി ആളുകൾ മുന്നോട്ട് പോയി. അങ്ങനെ തൗഹീദ് ഗാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോ ഹറാം ഹറാം. എന്നിട്ട് ഇത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജാമിയ സലഫിയല്ലോ, ഇവിടെ ഇരുന്നു ജമിയത്തുലമന്റെ എത്ര 250 പണ്ഡിതന്മാറ്റിരുന്നു ഹറാം ഹലാൽ തീരുമാനിച്ചു. ഇരുന്നിട്ട് വൈകുന്നേരമോളം ചർച്ച അങ്ങനെ ഉണ്ട്. കഴിഞ്ഞിട്ട് അവസാനം അങ്ങനെ ഉണ്ട് നോക്കുമ്പോ മല എലിയെ പ്രസവിച്ചു. അത്ഭുതം, ഒന്നും സംഭവിച്ചിട്ടില്ല. പിറ്റേ ദിവസം AP അബ്ദുൽ ഖാദർ പോലെ നമ്മൾ കാണാൻ കാരണമുണ്ട്. അന്ന് മുജാഹിദ് സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിസ്മി എന്ന സംഘടനക്ക് 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ തന്നെ ഒരു തൗഹീദ് ഗാനങ്ങളുടെ കാസറ്റ് ഇറക്കാന്ന് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. അതിന്റെ ചുമതല അന്ന് നൽകിയത് എനിക്ക്. ഞാൻ എന്റെ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ അതിന്റെ പ്രവർത്തനം ഏകദേശം അവസാന ഘട്ടത്തിൽ ഇനിയൊരു റെക്കോർഡിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. AP അബ്ദുൽ ഖാദർ മൗലവിയോട് അവസാനം ഒന്ന് ചോദിച്ചേക്കാൻ തരുത്. കാരണം ഇപ്പൊ ഇടയ്ക്കൊരു ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞതാണല്ലോ. മുതലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. ഇപ്പൊ ഇത് ശരിയോ തെറ്റൊന്നും അറിയണല്ലോ. അതുകൊണ്ട് ഒന്ന് ചോദിക്കാതെ മൂപ്പര് പറഞ്ഞെന്താ അറിയോ? കാസറ്റ് ഒക്കെ ഇറക്കിക്കോ, അതിന്റെ ഹറാമു ഹലാലൊന്നും ഇപ്പോ നോക്കണ്ടില്ല. മ്യൂസിക് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. പക്ഷെ എന്ത് ചെയ്യണം എന്നറിയോ? കാസറ്റിന്റെ പുറത്ത് എവിടെയും കാണുന്ന രൂപത്തിൽ എവിടെയും KNM എന്നോ ബിസ്മി എന്നോ എഴുതി വെക്കരുത്. ബ്രാൻഡുള്ള കള്ളേ ഹലാൽ ഹറാമാവുള്ളൂ. ബ്രാൻഡില്ലാത്ത കുഴപ്പമില്ല, പട്ടച്ചാരായ ഓക്കെ. എന്നിട്ടോ പിന്നെ പറയണ്ട, ആ കാസറ്റുകൾ സമ്മേളനത്തിന്റെ പിന്നെ സെക്ഷൻ ഏതെങ്കിലും സ്റ്റാളിൽ വെച്ച് വിൽക്കൊക്കെ ആണെങ്കിൽ അറബികളിൽ കടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചേക്കൊണ്ടു. അപ്പൊ കാസറ്റ് ഓഫ് ആക്കണം. പൈസ കിട്ടണല്ലോ. അലി അബ്ദുൽ മദനി പീരാത്ത സമ്മേളനത്തിന് അദ്ദേഹത്തിന് കാര്യമായ ഡ്യൂട്ടി എന്താ അറിയോ? അറബികൾ വരുമ്പോ എസ്കോട്ട് പോവാ. എന്തിനാ എസ്കോട്ട്? എങ്ങോട്ടാ? അറബികളെ കൂടെ സ്റ്റേജിലേക്കല്ല, നേരെ ഇതിലും കൂട്ടാ സ്റ്റാളുകളിലേക്ക്. നമ്മള് കരുതിയത് ശരിയെന്നേക്കുന്നു. അതിന്റെ ഇടക്കുണ്ട് പുളിക്കരങ്ങാടി കൂടുതൽ അനൗൺസ്മെന്റ് ഇങ്ങനെ വരുന്നേ. AP അബ്ദുൽ ഖാദർ മൗലവി, KN ഇബ്രാഹിം മൗലവി, MM മദനി, അലീദ് റസാഖ് മദനി, TP മദനി തുടങ്ങിയ പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിതവരേണ്യന്മാർ പങ്കെടുക്കുന്നതാകുന്നു. നമ്മളെഴുതി വലിയ വയലു പരമ്പരട്ടേക്കും. തൊട്ടു പറകെ കണ്ണീർ മഴയത്ത് ഞാനൊരു കിളിയുടെ കുട ചൂടി. എന്താപ്പത്? കിളിന്റെ കുടയും ചൂടിയിട്ട് ആരായി പോക്ക്? AP അബ്ദുൽ ഖാദർ മൗലവി, KN ഇബ്രാഹിം മൗലവി, MM മദനി, TP മദനി എല്ലാം കൂടി ഒരു കിളിന്റെ കുടയും ചൂടിയിട്ട് പോവാ. നമ്മൾക്കറി എന്താ സംഭവം നോക്കുമ്പോ ജാമ്യ സലഫിയിലെ അധ്യാപകന്റെ അനൗൺസ്മെന്റിന് പിന്നെ സപ്പോർട്ട് കൊടുത്തെന്താ? ആ കാലത്തെ ഏറ്റവും പുതിയ ഒരു സിനിമാ പാട്ട്. തൗഹീദ് ഗാനങ്ങൾക്ക് മ്യൂസിക് വെച്ചാൽ അവിടെ പ്രശ്നമുള്ളൂ. സിനിമാ പാട്ട് മ്യൂസിക്കോട് കൂടി അങ്ങാടികളോട്ട് പോയ ഒരു പ്രശ്നമില്ല. നമ്മൾ ഇന്ന് അത് വിവരമില്ലാത്ത ആരെങ്കിലും വിവരമുള്ള തന്നെയാണ് ചെയ്തിട്ടില്ലേ, ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ജാമ്യ സലഫിയെ കയറി നോക്കുമ്പോൾ ഉദ്ഘാടനമാണ്. ഇതിൽ സംഭവം എന്താ? അതിന്റെ പിറകെ ഒരു അനൗൺസ്മെന്റ് വേറുണ്ട്. ഇവര് പങ്കെടുക്കുന്ന മാത്രമല്ല, എന്താ? ആയുർവേദ ലോകത്തിന് മലബാറിന്റെ ഉപഹാരം. ജാമിയ സലഫിയുടെ 10ാമത്തെ സംരംഭം മലബാർ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. കണ്ണീർ മഴയത്ത് പിന്നെ തന്നെ പിറ്റേ ദിവസം നമ്മൾ പോയി നോക്കി. എന്താ സംഭവം എന്ന് പറയണല്ലോ. എന്നെ വിളിക്കുക, എന്നെ അലീദ് റസാഖ് മദനി കത്ത് വിളിച്ചതാ. അവിടെ പോയി നോക്കി. ചെന്നപ്പോഴേ നല്ല നല്ല പാട്ട് ഇങ്ങനെ ഉഷാറായിട്ട് കേൾക്കുക. എന്ത് ടൈപ്പാ പാട്ട്? 1ാം നമ്പർ അക്കാലത്ത് പുതുമുള്ള നല്ല ഹിന്ദി പാട്ടുകളെയും. അത് സിനിമ. KN ഇബ്രാഹിം മൗലവിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് നമ്മൾ മൂപ്പരെ പറ്റി ഒന്നും പറയണില്ല വിഷയത്തിൽ. TP മദനിക്ക് ഹിന്ദി അറിയാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ പറയുന്നില്ല. MM മദനി പറഞ്ഞ ഒന്നും ഹിന്ദി പറയണം. വലിയ കോടതി ഭാഷ മാത്രമേ ഉള്ളൂ, അവിടെ ഹിന്ദിക്ക് ആവശ്യമില്ല. എന്നാലേ ഹിന്ദി ഉറുദു ഒക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന ഒരാളവിടെ ഉണ്ട്. സാക്ഷാൽ ചങ്ങരംകുളത്ത് ജനിച്ചെങ്കിലും ഇപ്പോൾ പത്തപ്പിരിയത്ത് താമസിക്കുന്നുവെങ്കിലും അന്തമാനിൽ വളർന്നിരിക്കുന്ന AP അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിന് ഹിന്ദി നന്നായിട്ട് അറിയാം. അവിടെ പാടി പാട്ടതല്ലോ. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. മോഖാതോ ഹം ബതാ ദേംഗേ തുജെ കിത്നാ പ്യാർ കർത്തേ ഹേ സൗ. എന്നൊക്കെ ഒരു അവസരം കിട്ടിയാൽ ഞാൻ പറഞ്ഞുതരാം എത്രമാത്രം ഞാൻ പ്രേമിക്കുന്നുണ്ട്.
ഈ പാട്ടാണ് 1 നമ്പർ മ്യൂസിക് ഇട്ടിട്ട് അവിടെ ചാടിക്കച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ഹറാമാ അതോ ഹലാലോ? എവിടെ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളെവിടെ എന്നാലും പ്രശ്നമില്ല.